സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇനി നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പലതവണയുള്ള പ്രസ്താവനകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കൊറോണയെ പറ്റി പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ 100 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രി ചൂടൊക്കെ വരുമ്പോൾ തന്നെ കൊറോണ എന്ന് പറയുന്നൊരു വൈറസ് ചത്തുപോകും. ആ വൈറസിന് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു വൈറസ് നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കേരളത്തിലെ ഒരു ചൂടെന്ന് പറയുമ്പോൾ ആ ഒരു വൈറസിന് അതിജീവിക്കാൻ ഒട്ടും സാധ്യമാവില്ല. അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ചത്തുപോകുന്നേ. അങ്ങനെ ചത്തുപോകുന്നൊരു വൈറസിനെ പറ്റിയാണ് ഇടതുപക്ഷ സർക്കാർ, അന്നത്തെ ഭരണപക്ഷമായിരുന്ന ഇടതുപക്ഷ സർക്കാർ വലിയ രീതിയിൽ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് കാണിക്കുന്നതെന്നാണ് കെ മുരളീധരൻ എന്ന് പറയുന്ന ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അല്ലെ ആരോഗ്യമന്ത്രി പറയുന്നത്. അപ്പം അന്ന് ശൈലജ ടീച്ചർ അടക്കമുള്ള വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഇവർ വെറുതെ പ്രഹസനങ്ങൾ കാണിക്കുകയായിരുന്നു അത്രേ. ഇവരൊന്നും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനെ ഊതിപ്പെരുപ്പിച്ചുകൊണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന, ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോൾ ആ ഒരു പ്രസ്താവന നമ്മൾ കണ്ടതിന് പിന്നാലെ ഷിഗല്ല പോലെയുള്ള പല അസുഖങ്ങൾ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ ഉടലെടുത്ത് വരുന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആ ഒരു കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ കെ മുരളീധരൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. വിചിത്രമായിട്ടുള്ള വ്യത്യസ്തം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വിചിത്രമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഞാൻ കണ്ടൊരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ രോഗികളുടെ എണ്ണം കൂടി, ഇൻഫ്രാസ്ട്രക്ചർ മാറി രോഗികളുടെ എണ്ണം കൂടി, അതുകൊണ്ടാണ് ഡോക്ടേഴ്സിന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കമുള്ള പല മെഡിക്കൽ കോളേജുകളിലും രോഗികളുടെ കാലിൽ സർജറി ചെയ്ത് ആ സർജറി ചെയ്ത ഭാഗത്ത് നിന്ന് പുഴുക്കൾ ഇഴഞ്ഞു വരുന്നത് കണ്ടിട്ട്, അല്ലെ പുഴു ഇറ്റിറ്റ് വീഴുന്നത് കണ്ടിട്ട് പോലും അതിനെപ്പറ്റി പറയുമ്പോഴും നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് പറയാൻ കാര്യങ്ങളൊന്നുമില്ല. ഇതൊക്കെ രോഗികൾ കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. ഇൻഫ്രാസ്ട്രക്ചർ മാറി, സിറ്റുവേഷൻ മാറി, അതോടൊപ്പം രോഗികളുടെ എണ്ണം കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർമാർക്ക് ഇപ്പോഴുള്ള ആ പരിമിതമായിട്ടുള്ള സൗകര്യത്തിൽ ജോലി ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അപ്പോൾ കെ മുരളീധരൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി പറയുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറിയ സമയത്ത് ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ ഹോസ്പിറ്റലുകളിലായി. ഇതൊക്കെ ആയ സമയത്ത് പേഷ്യൻസിൻ്റെ എണ്ണം ഗണ്യമായ രീതിയിൽ വർദ്ധിച്ചു, അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ എണ്ണം നല്ല രീതിയിൽ വർദ്ധിച്ചു. അങ്ങനെ വർദ്ധിക്കാൻ പാടില്ലായിരുന്നു എന്നാണോ കെ മുരളീധരൻ സാറെ നിങ്ങൾ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഹോസ്പിറ്റലുകൾ, അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എന്നും ഒന്നുമില്ലാത്തവന് കയറി എന്തെങ്കിലും പാരസെറ്റാമോൾ അല്ലെ ഡോളോ പോലെയുള്ള ഗുളികകൾ മാത്രം കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് വിടുന്ന രീതിയിൽ മാറ്റണമെന്നായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹിച്ചതെന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. കാരണം നിങ്ങൾ തന്നെ കഴിഞ്ഞ തവണ പറഞ്ഞൊരു പത്രസമ്മേളനത്തിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ബൈറ്റ്, അതായത് ഈ ആരോഗ്യ മേഖലയെ പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് തീരെഴുതി കൊടുക്കാനായിട്ട് പോകുന്നു, സ്വകാര്യ മേഖലകൾക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ഉണ്ടാവുക? ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വരുന്ന കേസുകളിലെല്ലാം പ്രശ്നങ്ങളാണ്. അതായത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ അടക്കമുള്ള ഓരോ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന, അതിനെയും PHC ആയിക്കോട്ടെ, എല്ലായിടത്തും ഈ ആരോഗ്യ മേഖലയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ പുഴുവുണ്ടാവുന്നു, ICUവിൽ നിന്ന് താഴെ വീണ ഒരു പേഷ്യൻ്റ് മരിക്കുന്നു, അല്ലെങ്കിൽ കിടക്കയിൽ നിന്ന് താഴെ വീണ് മരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സാധാരണക്കാരാണെങ്കിൽ പോലും ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അവരാശ്രയിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അവരാശ്രയിക്കാൻ പോകുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളായിരിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഭീമമായിട്ടുള്ള തുക, അല്ലെങ്കിൽ ഭീമമായ ലാഭം, ആ ലാഭം എടുത്തുകൊണ്ട് തന്നെ പൊതുഖജനാവ് നിറയ്ക്കാനും സ്വന്തം കീശ വീർപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ എന്ന് പറയുന്നൊരു പോളിസി, അല്ലെങ്കിൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നൊരു പോളിസി, അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നൊരു പോളിസി, അത് ജനങ്ങളെ വിറ്റുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇന്നത്തെ വലതുപക്ഷം എന്ന് പറയപ്പെടുന്ന ഭരണപക്ഷം എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം അതിൻ്റെ തെളിവുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ കെ മുരളീധരൻ പറയുന്നത് ആരോഗ്യ മേഖല മെച്ചപ്പെട്ടപ്പോൾ ഒരുപാട് രോഗികൾ വരുന്നു, അവരെ സമയോചിതമായിട്ട് അല്ലെങ്കിൽ അവർക്ക് സമയബന്ധിതമായിട്ട് അവരെ ചികിത്സിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടേ? നമ്മൾ നേരെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുക. കാരണം ഇവിടുത്തെ സൗകര്യങ്ങൾ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ. എത്ര പെട്ടെന്നാണല്ലേ ഏറ്റവും നമ്പർ 1 ആയിരുന്ന നമ്മുടെ ആരോഗ്യ മേഖല ഈ രീതിയിലേക്ക് തകർന്നു വീഴാൻ പോകുന്നത്.
എത്രയോ പെട്ടെന്നാണ് നമ്മുടെ ഓരോരോ സംഭവങ്ങളും ഓരോരോ രീതികളുമൊക്കെ മാറി മനുഷ്യൻ്റെ മനസ്സ് വരെ മാറിപ്പോകുന്നത്. പിണറായി വിജയൻ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളുടെ മുൻപിലും അല്ലാതെ സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും എല്ലായിടത്തും വന്ന് മെഴുകിയിരുന്ന കുറേയധികം ആളുകൾ ഇന്ന് ക്ഷമിക്കാൻ പഠിച്ചിരിക്കുന്നു. ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഞങ്ങൾ പിണറായി വിജയനെതിരെ കുറ്റം പറയുമെന്ന് പറയുന്ന രീതിയിലേക്ക് അവരെല്ലാം മാറിയിരിക്കുന്നു. ഇതൊക്കെ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടാണ്? വി.ഡി. സതീശൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ചിരി കൊണ്ട് മാത്രമാണോ? ഒരിക്കലുമല്ല. ഇവരെല്ലാം ആരുടെ അടിമകളായിരുന്നുവെന്നും ആർക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നും ഒക്കെ നമുക്ക് ഈ ഒരു വാർത്തകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വേറെയും കുറച്ച് പ്രസ്താവനകളുണ്ട്, അതുകൂടെ കാണണ്ടേ? കണ്ടു നോക്കാം. നിങ്ങളൊക്കെ ഇടയ്ക്ക് ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചികിത്സ കഴിവെന്നൊക്കെ പറയുന്നത്, പക്ഷെ എങ്കിലും പരമാവധി ഡോക്ടർമാരൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, സ്റ്റാഫ് വരെ സഹായിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് നടപടിയെടുക്കും. ഒരു കേസിൽ നടപടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഉള്ളത്. എണ്ണം കൂട്ടാനത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ഫിനാൻസ് അധികമാണല്ലോ, ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നത്. കുറച്ച് ഫണ്ട് തവണ കൂടുതൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ CM-നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പൊന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി, അങ്ങനെയെങ്കിൽ വീണ ജോർജ് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണിച്ച പ്രഹസനങ്ങൾ ഇതൊന്നുമല്ലല്ലോ. നിങ്ങളടങ്ങുന്ന നിങ്ങളുടെ കൊങ്ങിക്കുട്ടന്മാർ, അത് മൂത്ത കൊങ്ങി ആയിക്കോട്ടെ, ഇളയ കൊങ്ങി ആയിക്കോട്ടെ, ഏത് കൊങ്ങിയും ആയിക്കോട്ടെ, എല്ലാം കൂടി കാണിച്ച പരിപാടികൾ എന്തൊക്കെയായിരുന്നു? സിസ്റ്റത്തിൻ്റെ പിഴവെന്ന് പറഞ്ഞുകൊണ്ട് വീണ ജോർജ് പറഞ്ഞ സമയത്ത് എന്ത് സിസ്റ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകിയിരുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ എടുത്തറിയേണ്ട ഒരു കാര്യമല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. തകരാനൊരു സിസ്റ്റം പോലും ഇല്ലായിരുന്ന ഒരു കാലത്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇവിടെ വരുന്നതും തകരാൻ വേണ്ടിയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. തകരാനായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്, അതായത് ഒന്നുമില്ലാത്തൊരു ആരോഗ്യ മേഖല, അത് ആരോഗ്യ മേഖല ഏതുമായിക്കോട്ടെ, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് വന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുത്തത് ഇടതുപക്ഷമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റിയത് പോലും ഇടതുപക്ഷം ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ്. എന്നിട്ട് കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കളിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ, അന്നത്തെ മന്ത്രിമാരായിരുന്ന ആളുകളടക്കം എന്തൊക്കെ മെഴുകലുകളായിരുന്നു. ഇന്നിപ്പോൾ ഇവർക്ക് പറയാനായിട്ടുള്ള കൃത്യമായിട്ടുള്ള മറുപടി എന്ന് പറയുന്നത്, അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ച് ഞങ്ങൾ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ എടുക്കും, തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണല്ലോ, ഒറ്റപ്പെട്ട സംഭവത്തിനുള്ള ഒരു നടപടികളൊക്കെ എന്തായാലും ഞങ്ങൾ എടുക്കും. ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, ഞങ്ങൾ വെച്ച് പൊറിപ്പിക്കില്ല. ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ആളുകളെയും ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ആതുര സേവനം നടത്താത്ത ആളുകളെയും സർവീസിൽ വെച്ചേക്കത്തില്ല. പക്ഷേ പഠനങ്ങൾ ആവശ്യമാണ്, ഒരുപാട് പഠനങ്ങൾ വേണം. എന്നാൽ വീണ ജോർജ് ഇരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പഠനങ്ങളുടെ ആവശ്യമൊന്നുമില്ല. വീണ ജോർജിനെയും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനെയും എങ്ങനെയെങ്കിലുമൊക്കെ കുറ്റം പറയണം. അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പല മാധ്യമങ്ങളിൽ കൂടി ഇവർ റിപ്പോർട്ട് ചെയ്ത് കണ്ടതാണ്. വലതുപക്ഷ മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. അതിൽ ഏറെ പങ്കുവഹിക്കുന്നത് ഇന്നത്തെ 24 ന്യൂസും അതേപോലെ മാതൃഭൂമി, മീഡിയ 1, മനോരമ, ഏഷ്യാനെറ്റ്, ഇതെല്ലാം നല്ല പങ്കുവഹിക്കുന്ന ചാനലാണ്, റിപ്പോർട്ടർ ചാനലടക്കം. അതിൽ ചില ആളുകൾ മാത്രം, ചില ജേർണലിസ്റ്റ് മാത്രം ജേർണലിസം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ വെറുതെ എന്തൊക്കെയോ വിടുവായത്തരം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ വി.ഡി. സതീശന് ഒരു ബൂസ്റ്റിംഗ് കൊടുക്കുക, TRP വാല്യൂ കൂട്ടുക എന്നതിനേക്കാൾ അപ്പുറം വി.ഡി. സതീശൻ അടങ്ങുന്ന അവരുടെ സതീശനാദികൾക്കെല്ലാം നല്ലൊരു ബൂസ്റ്റിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾ മെഴുകിയാലും, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, വസ്തുതകളെ നിങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാലും, ആ വസ്തുതകളുടെ എന്താണ് അതിൻ്റെ നേരായ വശമെന്നുള്ളത് ഞങ്ങൾ ജനങ്ങളെ കാണിച്ചു കൊടുത്തിരിക്കും. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മതിയായിട്ടുള്ള തെളിവുകൾ എല്ലാം കേരളത്തിലെ ജനങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് ആ തെളിവുകൾ. ആ തെളിവുകൾ ഞങ്ങളെടുത്ത് നിരത്തുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത് ഞങ്ങൾ എന്താ ചെയ്തതെന്നുള്ളൊരു താരതമ്യ പഠനം നടത്തിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചെയ്യാത്ത കാര്യങ്ങളെ ഞങ്ങൾ വരച്ച് കാണിക്കുക തന്നെ ചെയ്യും. നിങ്ങളും അത് തന്നെ ആയിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വലതുപക്ഷമായിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, BJP ആയിക്കോട്ടെ, മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പാർട്ടി ഇത് വേണ്ട രീതിയിൽ ചെയ്യുന്നില്ലെങ്കിൽ വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട്. ആ ഒരു വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിനെ വിമർശിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു പാർട്ടിയിൽ ഇപ്പോൾ വലതുപക്ഷം ഇവിടെ വന്നതുകൊണ്ടോ ഇടതുപക്ഷം ഇവിടുന്ന് പോയതുകൊണ്ടോ BJP-യോടേക്ക് വരാൻ പോകുന്നതുകൊണ്ടോ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം വരുന്നത് എപ്പോഴാണ്? ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്ന രീതിയിൽ
പോവാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലാണ് പ്രതികരിക്കേണ്ടി വരിക. അപ്പോൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. വിരൽ ചൂണ്ടുന്നവനെ വിലങ്ങണിയിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനിയും വിരൽ ചൂണ്ടാൻ തന്നെയാണ് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ അസുഖങ്ങളൊന്നും വരില്ല. എല്ലാവരും സേഫാണ്. എത്ര വൈറസ് വന്നാലും അതിനെയൊക്കെ കരിച്ചു കളയാനായിട്ടുള്ള ഹീറ്ററുമായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ ഓടി എത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി എടുത്തു പറയണം. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് എടുത്തു പറയാനുണ്ട്. ഈ ഗതികെട്ടവൻ അല്ലെങ്കിൽ വൃത്തികെട്ടവൻ എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ ഈ നാട് മുടിയുമെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി മുൻപേ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കാണിച്ചു തരാം, മറന്നുപോയ കാര്യം. കോഴിക്കോട് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു. ഫറൂഖ് കോളേജ് സ്വദേശിയായ 43-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കെ കരുണാകരനും അയക്കാണ്ടിയും ഉമ്മൻചാണ്ടിയും മരിച്ച കാലത്തോളം വവ്വാലുണ്ടായിരുന്നില്ല. ഇപ്പോഴെന്താ രോഗം പരത്താൻ കാരണം? മരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. വളരെയധികം ശരിയാണ്. എന്തൊരു ദീർഘവീക്ഷണമാണ്. ഇതൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഇവർ പ്രതിപക്ഷമായിരിക്കുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. ഭരിക്കുന്നവൻ ശരിയല്ലെങ്കിൽ എരണം കെട്ടവനാണെന്നുണ്ടെങ്കിൽ ഈ രോഗങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരും. കരുണാകരനും ഉമ്മൻചാണ്ടിയും ഭരിക്കുന്ന സമയത്ത് ഈ രോഗങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല. ഇന്നിപ്പോൾ ഈ രോഗങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? എരണം കെട്ടവൻ നാട് ഭരിക്കുന്നത് കൊണ്ടാണ്. അത് വളരെയധികം ദീർഘവീക്ഷണമുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. ഇന്നിപ്പോൾ ആ വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമുണ്ടായത് അല്ലെങ്കിൽ അർത്ഥവത്തായത് എപ്പോഴാണ്? ഇവർ ഭരണത്തിൽ വന്നപ്പോഴാണ്. ഇപ്പോൾ ഇതാ നിപ്പ പോലെയുള്ള പല രോഗങ്ങളും നമ്മുടെ കേരളത്തിലേക്ക് പടർന്നു പിടിക്കപ്പെടുന്നു. ഇതിനൊക്കെ എന്താണ് മറുപടി കൊടുക്കാനുള്ളതെന്നുള്ളത് കൂടി നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ സാർ ഒന്ന് പറയണം. ഓക്കെ, ബൈ.